ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ഇറങ്ങുമ്പം പ്രപഞ്ചത്തിൻ്റെ ഒരു താളവും കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പുറകിന് പോകണോ? ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ ആൾക്കാർക്ക് സമ്പത്ത് ഉണ്ടാകുന്നതെന്നൊക്കെ ഒരു ചോദ്യം വരും. അത് ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന അതിൽ വളരെ ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരാളെ സമ്പത്തുണ്ടാക്കി കാണിക്കുകയും അതെങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ എടുക്കേണ്ടത്. അപ്പം JP മോർഗൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുക. അപ്പം JP മോർഗൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം. മില്ലിനിയേഴ്സ് ഡോണ്ട് യൂസ് അസ്ട്രോളജി, ബില്ലിനിയേഴ്സ് ഡു. മില്ലിനിയേഴ്സ് ഒന്നും അധികം അസ്ട്രോളജി യൂസ് ചെയ്യത്തില്ല, പക്ഷേ ബില്ലിനിയേഴ്സ് അസ്ട്രോളജിയുടെ സാധ്യതകളെ യൂസ് ചെയ്യും എന്ന്. അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഇപ്പം 4-ാം ഭാവത്തിലെ കണ്ടകശനി നടക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ വാങ്ങണം, വസ്തു വാങ്ങണം, വീട് വാങ്ങണം, ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.